எப்பவுமே விஜய் படம் வருதுனாலே ஒரு வாரத்துக்கு புக்கிங் இருக்கும். லியோ படம் கடைசி படம், அதுக்கு ஒரு வாரத்துக்கு இங்கே எவ்வளோ புக்கிங் ஆச்சுன்னு எல்லாத்துக்கும் தெரியும். இந்த புது படம் வந்து ஆல்ரெடி லீக் ஆனனால எக்ஸ்பெக்டேஷன்ஸ் எதுவும் பெருசாக இல்லை. ஆனாலும் வந்து விஜயோட ரசிகர்கள் அவரை வந்து முதலமைச்சராக தேர்வு செஞ்சதுக்கப்புறம் இதை வந்து பார்க்குறாங்க. கண்டிப்பாக வந்து ஒரு கடைசி தடவை விஜய் அண்ணா வந்து எல்லோரும் தியேட்டரில் பார்க்குறதுக்காக ஒரு இது இருக்குது. எதிர்பார்ப்பு பெருசாக இல்லைனாலும் எல்லோரும் வந்து கண்டிப்பாக பார்ப்பாங்கன்னு ஒரு இது இருக்குது. கலெக்ஷன் வந்து அவரோட பழைய படம் வந்து பெரிய ஹிட் கதை இல்லைனாலுமே அவருக்கு அந்த கலெக்ஷன் இருந்துகிட்டே தான் இருக்குது. இப்போ நீங்கள் பெருசாக கலெக்ஷன் பாதிக்காதுங்கிறது தான் என்னோடய இது. பார்க்கலாம். கண்டிப்பாக அவரோட கடைசி படம் கோல்ட் வந்து பார்த்திங்கன்னா 400 கோடி கலெக்ட் பண்ணிச்சு. இந்த படம் ஆல்ரெடி லீக் ஆகிருக்குது. அதனால் கண்டிப்பாக அவருக்குன்னு ஆடியன்ஸ் இருக்காங்க. ஒரு 200-300 கோடி அடிக்குங்கிறது என்னோடய എതിർപ്പാർപ്പ്. കാണാൻ നല്ല ആഗ്രഹമാണ്. വിജയ് ലാസ്റ്റ് സിനിമയാണ്. പിന്നെ സീം ആയതുകൊണ്ട് കാണാൻ നല്ല ആഗ്രഹം. നമ്മൾ കഴിഞ്ഞ പൊങ്കലിന് അന്ന് ഇറങ്ങിയ സമയത്ത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് തന്നെ, പക്ഷേ സിനിമ അന്ന് മാറ്റിയത് കൊണ്ട് കാണാൻ പറ്റില്ല. ടിക്കറ്റ് നോക്കുക തന്നെ, ടിക്കറ്റ് കിട്ടിയില്ല. അതൊരു പടമായിരുന്നാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്? അതെ, വരാൻ ചാൻസ് കൂടുതലായിരിക്കും. വിജയ് എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടി കുറേ പേരുണ്ടല്ലോ. കുറേ പേര് കണ്ട് ലീക്കായി എല്ലാവരും തിയേറ്ററിൽ വന്നിന്ന് കാണണമെന്നാണ്. അപ്പോൾ വിജയ് ഫാൻസ് ആയതുകൊണ്ട് നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ലാസ്റ്റ് പടം നല്ല ഫെയർവെല്ലൊക്കെ വിജയ്ക്ക് കൊടുത്ത് അവസാനിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ ചേഞ്ചസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പ്രൊഡ്യൂസർ KV പ്രൊഡക്ഷൻ പറഞ്ഞത്. അങ്ങനെയാണ്. അപ്പോൾ അത് നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട് കാണാൻ. ഫാൻസിനുള്ള പടമായിരിക്കും. ടോട്ടൽ ഫാൻസ്, ഫാമിലി, ഓഡിയൻസ് എല്ലാത്തിനുള്ള പടമായിരിക്കും. ഫസ്റ്റ് ഷോ കയറുന്നുണ്ടോ? ഫസ്റ്റ് ഷോ കയറുന്നു. ഏതൊരു രീതിയിലുള്ള പടമായിരിക്കും. കാരണം വിജയ് ഫാൻ, വിജയ് ഒരു അദ്ദേഹം ആ ഒരു ഫാൻസാണ്. വരാൻ കുറേ ലീക്കായി. അപ്പോൾ ഈ കണ്ടവർ വീണ്ടും കാണാൻ കയറുമ്പോൾ ചിലപ്പോൾ അവർ നെഗറ്റീവ് പറഞ്ഞ് പഴുത്തുമായിരിക്കും. സിനിമ തന്നെ ആയിരിക്കും. കാര്യം ഫസ്റ്റ് കഴിഞ്ഞിട്ട് റിവ്യൂ ഒക്കെ കണ്ടിട്ട് എന്തായാലും പോകും. എൻ്റർടൈനർ ആയിരിക്കും സിനിമ. നമുക്കൊരു ഫാൻസ് ഷോ വൈബ് എന്തായാലും ഉണ്ടാവും. എൻ്റർടൈനിങ് ആയിരിക്കും സിനിമ. ബ്രോ, ലീക്കായ പടമാണ്. അപ്പോൾ ഈ കളക്ഷനൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ടോ? കളക്ഷൻ ഒരിക്കലും ബാധിക്കാൻ ചാൻസ് ഇല്ല. പ്രത്യേകിച്ച് വിജയ് സിനിമ ആയതുകൊണ്ട് തന്നെ അതിനെയൊന്നും ബാധിക്കാൻ ചാൻസ് ഇല്ല.